നിങ്ങൾ അവനവന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്. നിർബന്ധം ആരും നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യരുത്. ഒരു കാര്യം നിർബന്ധിക്കരുത്. സ്വയം പക്വത വേണം. എല്ലാത്തിനും പ്രായപരിധി ഉണ്ടല്ലോ. എല്ലാം ജ്ഞാനം വേണം. അപ്പനെ സ്വീകരിക്കാൻ ആരും പറഞ്ഞിട്ടൊന്നുമല്ല, സ്വയം തീരുമാനം. ഈ ഭൂമിയിൽ ഞാൻ പറയുന്നു, ഒരു വ്യക്തിയുടെ അനുവാദവും നമുക്ക് വേണ്ട. നമുക്ക് ജ്ഞാനവും പരിജ്ഞാനവും ഇതൊക്കെ ഉണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ ദൈവത്തെ സ്വീകരിക്കുവാൻ ഈ ഭൂമിയിൽ ആരും അനുവാദം വേണ്ട. യേശുവിന് അനുവാദം മാത്രം മതി. അനുവാദം കിട്ടേണ്ടവന് അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതവരെ സന്തോഷത്തോടെ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തുണ്ടായിരിക്കണം? സന്തോഷത്തോടെ ആയിരിക്കണം. സങ്കടത്തോടെ അരുത്. സങ്കടത്തോടെ അരുത്. നിങ്ങൾ ആത്മീയയിലൊന്ന് കയറണോ? നിങ്ങൾക്ക് ആത്മീയയിലൊന്ന് കയറണോ? സാമ്പത്തികം ഒന്ന് വളരണോ? ഇന്നെനിക്ക് സാമ്പത്തികമായി വളരണം പാസ്റ്റേ. നിങ്ങൾ സങ്കടത്തോടെ ചെയ്യരുത്. സന്തോഷത്തോടെ ചെയ്തു നോക്ക്. ഈ വർഷം കഴിയും മുമ്പേ അതിന്മേൽ അനുഗ്രഹം ഉണ്ടാവും. അല്ല, ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ പ്രതിഫലം ദൈവം തരും. അത് ഉറപ്പായിട്ടും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ അനുഗ്രഹം. പക്ഷേ ഞാൻ കൊടുത്ത സന്തോഷം. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം, ചിരിച്ചും കൊണ്ടായിരിക്കണം. ചിലപ്പോൾ അടുത്തുള്ളവരുന്ന് കുത്തും, എടി നിന്റെ തലയിൽ കയറ്റി വെച്ചതാണെങ്കിൽ. അപ്പോഴും പറയണം, എൻ്റെ തലയിൽ കയറ്റി വെച്ചതല്ല, ഞാൻ സന്തോഷത്തോടെ ഭാരം എടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റുള്ളവർ നിനക്കിട്ട് വെച്ചതാണ്. നിനക്കിട്ട് വെക്കാൻ ദൈവം അറിയാതൊന്നും പറ്റത്തില്ല. ഞാൻ എടുത്തത് സ്വയം എടുത്തതാണ്. ദൈവത്തിന് വേണ്ടി സ്വയം എടുക്കുവാൻ സന്തോഷത്തോടെ ചുമക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന്. അത് ആത്മീയമായാലും ഭൗതികമായാലും സമ്പത്തായാലും ഏത് കാര്യം സ്വന്തമായിട്ട് നമ്മൾ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. അത് നിർബന്ധത്താൽ അരുത്. സന്തോഷത്തിൽ എടുക്കുന്നവരെ ദൈവം സകലത്തിന്റെ മേൽ വർദ്ധിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. സകലത്തിന്റെ മേൽ വർദ്ധിപ്പിക്കുന്ന ദൈവം ഇന്ന് സകലത്തിൽ കൊള്ളാ. ദൈവം സ്നേഹിക്കുക മാത്രമല്ല. പുറപ്പാട് 25:2 എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. നല്ല മനസ്സോടെ തരുന്ന ഏവനോടും എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദ്യ നിയമത്തിലുള്ള പഴയ നിയമത്തിലുള്ള ഭാഗമാണ്. ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുമ്പോൾ അത് ഇസ്രായേൽ മക്കൾ പറയുക, നല്ല മനസ്സോടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നല്ലൊരു മനസ്സിനെ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരിക്കണം. അതാ ഏവരോട് നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാടെന്ന് പറയണം, വാങ്ങണം. 2 കൊരിന്ത്യർ 8:12 ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെ അല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ അടുത്ത് പറയുന്നു, മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാതെ പോലെ അല്ല, പ്രാപ്തി ഉള്ളതുപോലെ, നിനക്കുള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം കിട്ടും. ചിലർ പാസ്റ്ററിൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കുന്നു, എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കണില്ല. ഇതാണ് കാരണം. മനസ്സിലാവുന്നുണ്ടോ? പാസ്റ്ററിനെ മാത്രം ഉയർത്തിക്കൊണ്ടിരിക്കണം. ഞാനും താണിടുന്നൊരവസരം ഉണ്ടായിരുന്നു. ദൈവം ആദ്യം ചെറുത് തന്നു നോക്കും. നിങ്ങൾ എവിടെയെങ്കിലും ബന്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ കയ്യിനകത്തുള്ള നമുക്കൊരു ചിന്തയുണ്ട്. നമുക്ക് നമ്മുടേതായ കുടുംബം, കുഞ്ഞുങ്ങൾ, ഇതെല്ലാം ഉണ്ട്. ആ ദൈവം നോക്കിക്കോളൂ. ദൈവം തലമുറ തന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കുകയും ചെയ്യും. അല്ല, നമ്മളൊന്ന് കരുതി വെക്കേണ്ടത്, നമ്മൾ കരുതണം. എല്ലാ ആവശ്യത്തിന് വേണം. പക്ഷെ നമ്മളെ ഹൃദയം ദൈവത്തോടിരിക്കുമെങ്കിൽ ഇടറിപ്പോകരുത്. നമ്മുടെ ഹൃദയം ദൈവത്തോടിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം കരുതുന്നത് നമ്മൾ ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ കൊടുക്കുന്നതിൻ്റെ പ്രാപ്തി പോലെ ആയിരിക്കും ദൈവത്തിന്റെ പ്രസാദവും ലഭിക്കുന്നത്. നിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവന് ഔദാര്യമായി ദാനം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതുപോലെ നീ അവന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാ എന്താ പറയുന്നത് കൊടുക്കുന്നതിനെ കുറിച്ച്. നിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവന് ഔദാര്യമായി ദാനം ചെയ്യണം. പക്ഷെ ദൈവമാണ് ഈ മുന്തിരിച്ചക്കിൽ നിന്നും ആട്ടിൻകൂട്ടങ്ങളുടെ അനുഗ്രഹം വർധന ഉണ്ടായത്. ഇത് ആരെ വകയെന്ന് വെച്ചാൽ പലരും പറയും ഇത് എൻ്റെ, ഞാനാണ്, എനിക്ക് ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടായി, ഇത് എനിക്കുള്ളതാണ്, എനിക്ക് അകത്തുള്ള. പക്ഷെ ഇതിനകത്ത് നട്ടിരിക്കുന്ന സ്ഥലമെല്ലാം ദൈവത്തിൻ്റെ വകയാണ്, ഔദാര്യമായിട്ടുള്ള ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് നമുക്ക് ആടോ മാടുകളോ കോഴിയോ പശുവോ ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഒട്ടകം, ആന, പുലിയൊക്കെ ഉണ്ടെങ്കിൽ പറയും ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടേതല്ല. ഹല്ലേലൂയ. അത് ഔദാര്യമായി ദാനിച്ച നിന്റെ ദൈവമായ യഹോവയെ നിന്നെ അനുഗ്രഹിച്ചതുപോലെ
നീ അവന് കൊടുക്കണം. നോക്കണം, ദൈവം അനുഗ്രഹിച്ചതുപോലെ ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്നത് പോലെ നമ്മൾ കൊടുക്കണം. അനുഗ്രഹത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ കയറണമെങ്കിൽ ദൈവം നമ്മൾ അനുഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ, നമ്മൾ ഓരോ പടികൾ കൊടുത്തൊടുത്ത് കയറിയാൽ മാത്രമേ അനുഗ്രഹം കയറാൻ പറ്റൂ. അല്ലാത്ത പക്ഷം നമ്മൾ എവിടെയെങ്കിലും പിശുക്കിത്തരം കാണിച്ചാൽ ദൈവവും അവിടെ പിടിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ 10,000 രൂപ ശമ്പളമൊക്കെ വാങ്ങിക്കുമ്പോൾ 500 രൂപ നമ്മൾ അതിനൊക്കെ കണക്കുണ്ട്. ഇതിനൊക്കെ എല്ലാത്തിനും കണക്ക് വെച്ചിട്ടുണ്ട്. ബൈബിളിൽ കൃത്യമായിട്ട് ആദ്യ ഫലം ദൈവത്തിനുള്ള എല്ലാത്തിനും കണക്കുണ്ട്. ലൂക്കോസ് വിശേഷം 6:38 കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. കൊടുപ്പിൻ എന്നാൽ കിട്ടും, നിങ്ങൾക്ക് അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ ദൈവം തരും. നമ്മളിത് കുറേ ദിവസം കൊണ്ട് കേൾക്കുന്നുണ്ട്. ഈ വർഷം എത്ര പേർക്ക് നല്ല അമർത്തി കുലുങ്ങി വാങ്ങിച്ചിട്ടുണ്ട്. കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് ദൈവം, ഞാൻ ഇന്ന് ഒരാൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയല്ല മറ്റൊരു വ്യക്തിയായിരിക്കും ദൈവം തരുന്നത്. ആ വ്യക്തിയിൽ നിന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. മനസ്സിലാക്കണം, മറ്റൊരു വ്യക്തിയിലൂടെ ആയിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. ആ വ്യക്തിയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആ വ്യക്തിക്ക് തരുവാൻ ഒരു നിവൃത്തിയും കാണത്തില്ല. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കുന്ന വ്യക്തി അല്ല തരുന്നത്, വേറെ വ്യക്തിയിലൂടെ ആയിരിക്കും ദൈവം തരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, കൊടുക്കുമ്പോൾ നിങ്ങൾ എന്നുള്ള സന്തോഷം, അമർത്തി കുലിക്കുന്ന കൊടുപ്പിനെന്നാൽ കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹം ദൈവമക്കളെ അമർത്തി കുലുക്കി. നമുക്ക് അനുഗ്രഹം കിട്ടണമെന്ന് പറയുമ്പോൾ കൊള്ള പാസ്റ്ററെ, അമർത്തി കുലിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, എന്നെ നല്ലപോലെ കുലിക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ ഒന്ന് അമർത്തി കുലിക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അമർത്തി കുലുക്കി തരാമെന്ന് പറഞ്ഞ് ഇതാ ഒരു ചാക്ക് അമർത്തി കുലുക്കി ഒരു ചാക്ക് നിറച്ചൊരു വൈഡൂര്യമോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ വിലപിടിപ്പുള്ള വജ്രമോ ഇതൊക്കെ തരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അങ്ങോട്ട് എൻ്റെ പൊന്നേ കരളെ മുത്തേ ചക്കരെ, അയ്യോ എന്തൊരു ഓഫറായിരിക്കും. വാങ്ങുന്നതിൽ ഭയങ്കര സന്തോഷമായിരിക്കും, ചിരിച്ചും കൊണ്ടായിരിക്കും, ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും, എത്ര സ്തുതിയായിരിക്കും പറയുന്നത്. പക്ഷേ നമ്മുടെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങുന്നേക്കാൾ കൊടുക്കണം. ദൈവം നമുക്ക് ഒരു പക്ഷത്ത് തരുവാൻ ശക്തനായി നിൽക്കുമ്പോൾ, ഒരു പക്ഷത്ത് ദൈവമുണ്ട്, നിന്റെ വലതു ഭാഗത്ത് യേശു നിൽക്കുമ്പോൾ നിന്നെ അനുഗ്രഹിക്കുന്ന വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം നിന്റെ അടുക്കലുണ്ട്. മനസ്സിന്റെ ഭാരങ്ങളെ മാറ്റി ദൈവം നിന്റെ അനുഗ്രഹത്തെ വർദ്ധിപ്പിക്കത്തക്ക വണ്ണം അളവിന്റെ മേൽ വർദ്ധിപ്പിക്കുന്നത് പോലെ കവിയുന്ന നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ. ഇതാ സദൃശവാക്യം 11:24-25 പറയുന്നു, ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ. ഈ വാക്യം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഒരുത്തൻ വാരി വിതറിയിട്ടും പറയാറുണ്ട്, ഇവ എങ്ങനെ ചെയ്താലും അവന് വർധനയുള്ളൂ അല്ലേ? അവ എവിടെ കൂടെ നടന്നു പോയാലും 10 പണതാ വരുന്നുണ്ട്. നടന്നിട്ട് കയറുമ്പോ ചില ചൂണ്ടയിലൊന്ന് മീൻ പിടിക്കും പോലെ അവ എവിടെ എറിഞ്ഞാലും മീൻ കിട്ടും. അതാ ഒരുത്തൻ വാരി വർദ്ധിച്ചു വരുന്നു. അടുത്ത് മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ട് അവൻ എത്ര ന്യായവിരുദ്ധമായിട്ട് അവൻ പിടിച്ചു നോക്കുന്നുണ്ടോ അത് ഞെരുക്കമേ ഉള്ളൂ. എങ്ങനെയൊക്കെ നോക്കിയാലും അവിടെ വിതച്ചത് ശരിയാവാത്തത് കൊണ്ടും അത് നല്ലൊരു പ്രവൃത്തി അല്ലാത്തത് കൊണ്ടും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടായാലും നമ്മൾ എത്ര കഠിനമായി അധ്വാനം ചെയ്താലും അത് ലോപിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം ആണ് ഞെരുക്കത്തെ മാറ്റുന്നത്. ദൈവ പ്രവൃത്തിയാണ് ഞെരുക്കം മാറ്റുന്നത്. നിന്റെ ഞെരുക്കം ഒന്ന് മാറ്റണമോ, നിന്റെ പ്രയാസം മാറ്റണമോ, നീ ഇപ്പൊ സാമ്പത്തികത്തിൽ ഞെരുങ്ങുന്നുണ്ടോ, അതിന്റെ മേൽ വിടുതൽ വരണമെങ്കിൽ ദൈവത്തിന്റെ കരം നിന്റെ മേൽ പ്രവർത്തിക്കത്തക്കവണ്ണം നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്ക്. ആത്മാവിൽ സമർപ്പിച്ചു കൊടുക്ക്, പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചു കൊടുക്ക്. കർത്താവേ, എനിക്കൊരു വിടുതൽ വന്നേ പറ്റൂ. ഞാൻ ഞെരുങ്ങുന്ന വിഷയത്തിന്റെ മേൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് എവിടെയെങ്കിലൊക്കെ നമ്മൾ ഒതുങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ദൈവമക്കളെ, എവിടെയൊക്കെ നമ്മൾ
കുറയ്ക്കാൻ ദൈവനാമത്തിനൊക്കെ ഇന്നൊരു ആത്മഭാരം നമുക്ക് വേണം. നമ്മൾ ദൈവത്തിന്റെ നാമത്തിന് ചെയ്യുന്നത് അത് വിശാലമായി വരുവാനാണ്. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾക്കും ഒരു ഭൗതിക കാര്യങ്ങൾക്കും വിടുതൽ വരണമെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ദൈവത്തിന് വേണ്ടി വിതയ്ക്കണം, അതെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ വർദ്ധിച്ചു വരത്തക്കവണ്ണം. മറ്റുള്ളവർ ഈ ലോകത്തിൽ സകലം ഞെരുങ്ങിപ്പോകുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോഴും ദാരിദ്ര്യ നടുവിലും ഒരു കൊറോണ എന്ന സമയത്ത് ഞാൻ പറയട്ടെ, ഞെരുങ്ങിപ്പോയി. റേഷൻ അരി എല്ലാം തിന്ന് തീർന്നു, ഇനി സ്റ്റോക്ക് ഒന്നുമില്ല, അവിടെ എല്ലാം തിന്ന് തീർന്നു. ഞെരുങ്ങിപ്പോയ സമയത്ത് നിന്നെ ഞെരുക്കാതെ വളർത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു. ദൈവത്തെ കരഞ്ഞൊരു നിലവിളിച്ചവർ ആരും ഞെരുങ്ങിയില്ല. ദൈവം സുഭിക്ഷമായി പോറ്റി, അല്ലേ? ചിലപ്പോൾ ചക്കയുടെ ആയിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ പോറ്റി. പട്ടിണി ആയില്ല. പലരും പട്ടിണിയുടെ വാതിൽ അടച്ച് 2 നേരം കഴിക്കണം 1 നേരമാക്കി വയറൊന്ന് ഇറുക്കിക്കെട്ടി നാളെ നമുക്ക് ഒന്നുമില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞാതെ മുഴങ്കാൽ മടക്കിയത് കൊണ്ട് അടുത്ത ഡോർ നമുക്ക് വേണ്ടി തുറന്നു. അടുത്ത ഡോർ ഇതോടെ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ കൂടെ പലരും വിളിച്ചു പറഞ്ഞു. പലരും എന്നോട് പറഞ്ഞു, ഇനി നമുക്ക് തുറക്കാൻ പറ്റത്തില്ല, ചർച്ച് പോയി, സ്ഥാപനം തുറക്കാൻ പറ്റുന്നില്ല, ഒന്ന് മുഖാമുഖം കാണാൻ പറ്റുന്നില്ല, അയ്യോ ഞങ്ങൾ ഇതെല്ലാം അവസാനിച്ചു. ഇല്ല, അത് ചില നിമിഷങ്ങൾ മാത്രം ഒരു പരീക്ഷയായിരുന്നു, ഒരു ശോധനയായിരുന്നു. ഇന്ന് ചില ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ 25:11-20 ഔദാര്യ മനസ്സുള്ളവൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവനോ തണുപ്പ് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഔദാര്യ മനസ്സുള്ളവൻ എന്ത് ചെയ്യും? അവൻ പുഷ്ടി പ്രാപിക്കും. ദൈവം വിളിച്ചിരിക്കുന്നത് നിന്റെ ഹൃദയത്തിന്റെ മേൽ പുഷ്ടി പ്രാപിക്കുവാന്. ആത്മീയിലും പുഷ്ടി പ്രാപിക്കണോ, ഭൗതികത്തിൽ പുഷ്ടി പ്രാപിക്കണോ, ദൈവത്തിന്റെ സന്നിധിയിലൊന്ന് പ്രാപിക്കത്തക്കവണ്ണം അനുഗ്രഹത്തിൽ സമ്പന്നരായി അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടലിലെ മണൽത്തരി പോലെ അനുഗ്രഹം വർദ്ധിച്ചു വരത്തക്കണോ ദൈവം നിന്നെ വിളിച്ചിരുന്ന വാർദ്ധനാണ്. യാക്കോബിന്റെ അനുഗ്രഹം ഇതാ വരുന്നുണ്ട്. യാക്കോബ് പറഞ്ഞു, എനിക്ക് ദൈവം തരുന്നത് തന്നു കഴിഞ്ഞാൽ, എന്റെ യാത്രയിൽ പോകുന്ന യാത്രയെ തന്നു കഴിഞ്ഞാൽ, നീ എന്നെ ആരോഗ്യത്തോടെ മടക്കി വരുത്തിയ എന്നെ നീ സകലത്തിനുമേൽ സന്തോഷവും സമാധാനവും, അതുപോലെ ഭക്ഷിപ്പാൻ ആഹാരവും, എനിക്ക് ഉടുക്കുവാൻ വസ്ത്രവും, കാലിന് ചെരുപ്പും, എന്നെ ആരോഗ്യത്തോടെ എന്റെ അപ്പന്റെ വീട്ടിൽ തിരിച്ച് മടക്കി വന്നു കഴിഞ്ഞാൽ ദൈവം തരുന്നതിൽ ഞാൻ ദശാംശം തന്നുകൊള്ളാം. ഹല്ലേലൂയ. ഈ കല്ലെടുത്ത് വെച്ച കല്ല്, എന്റെ തലങ്ങണ വെച്ച കല്ല് ഞാൻ ആലയമായി പണിയും. യാക്കോബിന്റെ അനുഗ്രഹം നോക്കിക്കൊള്ളണം. യാക്കോബ് എവിടേക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. യാക്കോബിന്റെ അനുഗ്രഹം കൊണ്ടോ ഒരു ഇസ്രായേലെ മാറി യാക്കോബിനെ തോൽപ്പിക്കുക ഒരു ശത്രുവിന് കഴിഞ്ഞില്ല. കാരണം യാക്കോബിൽ പകർന്നൊരു അനുഗ്രഹമുണ്ട്. അവൻ വിതച്ചത് ആമേൻ 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 ലോകമായിട്ടാണ്. ഹല്ലേലൂയ. സകലത്തിന്റെ മേൽ തൃപ്തിയോടെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ തൃപ്തിയോടെ കൊടുക്കുക. ഇന്ന് പൂർണ്ണ മനസ്സോടെ കൊടുക്കുക. നിങ്ങളെ തന്നെ സമർപ്പിക്കുക. എനിക്ക് സകലത്തിന്റെ മേൽ സമർപ്പിക്കത്തുള്ളൂ. ഇന്നൊരു വിടുതലെടുക്കുക. നിങ്ങളെ വരുമാന മേഖലകളിൽ എവിടെയെങ്കിലും ഞെരുങ്ങുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക മേഖല ഞെരുങ്ങുന്നുണ്ടെങ്കിൽ, ഇന്ന് മുതൽ നിങ്ങൾ അതിന്റെ മേൽ മാറ്റം വരാൻ പോകുകയാണ്. നിങ്ങളെ കടഭാരങ്ങളെ യേശുവിന് മാറ്റാൻ കഴിയും. ഞാൻ പറയട്ടെ, ഒരു ലോൺ അടച്ചിട്ട് തീർന്നത് എത്ര എടുത്തിട്ട് പോലും അടയ്ക്കാനും പറ്റാതെ പലിശ അത് ഏറ്റവും കൂടെ തകർന്ന അനുഭവമായിരുന്നു. പക്ഷെ യേശുവിനെ അറിഞ്ഞപ്പോൾ, എന്നെ സമർപ്പിച്ച് കൊടുത്തു തുടങ്ങിയപ്പോൾ ആ കടഭാരം ദൈവം മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ലോൺ എടുത്തില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ, ലോൺ എടുത്തിട്ടുണ്ട്, 30 ലക്ഷം രൂപ ലോണൊക്കെ എടുത്തിട്ടുണ്ട്, വലിയ ലോണൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ പറയും മുമ്പേ ദൈവം അതിൻ്റെ മേലൊക്കെ അടുത്ത് വേറെ പ്രോപ്പർട്ടിയൊക്കെ വിറ്റ് ബാക്കി ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം പറഞ്ഞത് ദൈവമാണ്. ദൈവനാമത്തിന് വേണ്ടി ചെയ്തത് കൊണ്ടും ദൈവനാമത്തിന് വിനിയോഗിച്ചത് കൊണ്ട് ദൈവം മറ്റൊരു നിലവാരത്തിലേക്ക് ഉയർത്തുവാനിട വന്ന്. ഇന്ന് എവിടെയെങ്കിലും നമ്മൾ വിതയ്ക്കുന്നത് എവിടെയെങ്കിലും ആയി പോകരുത്, നല്ല നിലത്തായിരിക്കണം. അതുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ തോന്നുന്നത് ഇന്ന് നിങ്ങൾ കൊടുക്കുമേ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഉയർച്ച ഉണ്ടാകുക, നിങ്ങളുടെ വരുമാന മേഖല വർധന ഉണ്ടാകുക, നിങ്ങളുടെ ആരോഗ്യം, ദൈവമക്കളെ തന്നിരിക്കുന്ന ആരോഗ്യം നമ്മൾ ഇന്നലെ കഴിച്ച പുട്ടും കടലയുടെ ബലമല്ല, ഇന്നലെ കഴിച്ച ചപ്പാത്തിയുടെ ബലമല്ല, ഇന്നലെ കഴിച്ച റൊട്ടിയുടെ ബലമല്ല, അപ്പന്റെ ബലത്താലാണ് ഇന്നെന്റെ ആരോഗ്യം. പറ, ഈ ശരീരം ഇതുവരെ നിലനിൽക്കുന്നത് ഇന്നലെ കുടിച്ച പാലിന്റെ ബലമല്ല, പ്രൈസ് ദി ലോർഡ്, അപ്പന്റെ കൃപയാലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൂർണ്ണമായി ആത്മമണ്ഡലം നമുക്ക് വേണ്ടി തുറക്കുമ്പോൾ പറയണം, ഈ പുഷ്ടിപ്പ്
ചിറകടിച്ച് പകരും, ചിറകടിച്ച് പറക്കാനാ. എനിക്ക് ചിറകടിച്ച് പറക്കാ. ഓ, ചിറകടിച്ചത് പറക്കുവാനാ. കഴുകൾ തൂവലുകൾ കൊഴിക്കുന്നത് പറക്കുവാനാ. ഇപ്പോഴത്തെ ക്ഷീണം ഉണ്ടെങ്കിലും, ഇപ്പൊ ഇത്തിരി പ്രയാസം ഉണ്ടെങ്കിലും ഭാരപ്പെടല്, അടുത്ത ഉയർച്ചയിലേക്ക് ദൈവം കയറ്റും. ഇപ്പൊ ഇത്തിരി പരാജയം ഉണ്ടെങ്കിലും, ഇപ്പൊ ഇത്തിരി പ്രയാസം ഉണ്ടെങ്കിലും വിഷമിക്കേണ്ടെന്നേ. അടുത്ത സെക്കൻഡ് ദൈവം കയറ്റ ശക്തനാണ്. തളർച്ചയും ക്ഷീണം വരാത്ത ആരുമില്ല. ആമേ, ഹല്ലേലൂയ. ഒരാളെ കുറ്റം പറയാൻ ഞാൻ യോഗ്യനല്ല. ഇന്ന് മറ്റൊരാളെ കുറ്റം പറയാൻ ഞാൻ യോഗ്യനല്ല. കാരണം ഇന്ന് തെറ്റും കുറ്റവും വരാത്ത ആരുമില്ല. സകലൊരു കുറവുള്ളവരാണ്, ബലഹീനമുള്ളവരാണ്, താഴ്ചയുള്ളവരാണ്. അതുകൊണ്ട് അവൻ കൊടുത്തു, ഇവൻ കൊടുത്തു, അങ്ങനെ എടുത്തില്ല. അവൻ അവന്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി വാരി വിതറി, ദൈവത്തിന് വേണ്ടി വാരി വിതറി. ദൈവനാമം മഹത്വപ്പെടുത്തണോ, ദൈവനാമം പെടുത്തപ്പെടണോ. എനിക്ക് തന്നിരിക്കുന്ന നന്മ, എനിക്ക് തന്ന അനുഗ്രഹം, നിനക്ക് ആയുസ് ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കും. എനിക്ക് വേണ്ടി പറ, എനിക്ക് നന്മ, എനിക്ക് അനുഗ്രഹം, എന്റെ ആയുസ് ഞാൻ ആർക്ക് വേണ്ടി കൊടുക്കും? എന്റെ യേശുവിന് വേണ്ടി കൊടുക്കും. നീ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങ. ഇന്ന് തീരുമാനമെടു, എന്റെ ആയുസ് എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ കൊടുക്കും എന്ന് പറയുമ്പോൾ തന്നെ ഇതിനുള്ള പ്രതികൂലങ്ങൾ മാറിപ്പോവുകയാണ്. നിങ്ങൾ അലട്ടുന്ന സകല രോഗങ്ങളോ ശാപങ്ങളെയോ ദൈവം പൊട്ടിക്കുകയാണ്. ബന്ധനത്തിന്റെ കെട്ടുകളെ, ചില അവകാശം പറയുന്ന ദാരിദ്ര്യത്തിന്റെ പിശാച്, പട്ടിണിയുടെ പിശാച്, ചില ദാരിദ്ര്യം കയറി പിശാച് കയറി ബന്ധിച്ച കെട്ടുകൾ, ഉയർച്ചയ്ക്കെതിരെ, അനുഗ്രഹത്തിന് എതിരെ നിന്നെ കല്ലിട്ട് മൂടിയതിന് ഇത് തൂക്കിയെറിയാണ്. ചില ബന്ധന കെട്ടുകളെ പൊട്ടിച്ചെറിയ. രഗന ധീനവ രാജവദീന രഗന അസ്ഥല ബൗഡവ രാജവദീന രഗന. നിന്നെ തളച്ചതിന് നീ ഒരിക്കലും കയറത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിനെ പൊട്ടിച്ച്, ഓ കാരാഗ്രത അടിസ്ഥാന പൊട്ടിച്ച്, പത്രോസിനെ ചങ്ങല പൊട്ടിച്ച്, രഖബാബ റീഖാബാന ഷാബാലാബ റീഖാമാന, ഓ റീബാബാബ റീഖാമാന, ഓ ഷാബാലാബ റീഖാമാന. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ഒന്ന് ചങ്കൂറ്റത്തോടെ നിൽക്കുവാൻ, ഓ ദൈവത്തിന്റെ മോളായിട്ട് നിൽക്കുവാൻ, മോനായിട്ട് നിൽക്കുവാൻ. ഷാഖാബാബ റീഖാമാന ദീനാബാബ റീഖാമാന. അപ്പന്റെ മോളായിട്ട് നിൽക്കുവാൻ, അപ്പന്റെ മോളായിട്ട് മോനായിട്ട് നിൽക്കുവാൻ. ഓ റീബാബാബ ഷാബാലാബ റീഖാമാന അസ്താബാന റീഖാമാന ദീനാമാന. ഓ റീബാബ, നിന്നെ തന്നെ സമർപ്പിച്ച്, നിന്നെ തന്നെ താഴ്ത്തി ഒന്ന് സമർപ്പിച്ച്, ഇന്നലെ വരെ ഒന്ന് ചിന്തിച്ചത് മാറ്റി വെച്ച്, നിന്റെ ഭാരങ്ങളെ പ്രയാസം എല്ലാം മാറ്റി നിന്നെ തകർത്തെടുത്ത്, ആത്മ പറയുന്നു, നിന്നെ തകർത്ത സ്ഥലത്ത് ദൈവം നിന്നെ മുളപ്പിക്കാൻ പോകുകയാ. നിന്നെ തകർത്തെടുത്ത് ആത്മ പറയുന്നു, നിന്നെ മുളപ്പിക്കാൻ പോകുന്നു. നിന്നെ നാറ്റിക്കാൻ നോക്കിയെടുത്ത്, നിന്നെ തല കുനിക്കാൻ നോക്കിയെടുത്ത്, നിന്നെ തല ഉയർത്തിപ്പിടിക്കത്തക്കവണ്ണ, ഓ നിന്നെ തല ഉയർത്തിപ്പിടിക്കത്തക്കവണ്ണ. നല്ല കൃപയ്ക്കായി സ്തോത്രം. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഇറങ്ങിയനായി സ്തോത്രം. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഇറങ്ങിയനായി സ്തോത്രം. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ തീ പോലെ, ഒരു കാറ്റ് പോലെ വന്നിറങ്ങിയനായി സ്തോത്രം. അവിടുത്തെ അത്ഭുതങ്ങൾക്കായി സ്തോത്രം. എന്റെ മക്കളെ, അപ്പച്ചാ, നീ നിർത്തുന്ന സ്ഥലത്ത് ദാരിദ്ര്യനായിട്ടല്ല. എൻ്റെ അപ്പൻ നിർത്തുന്ന സ്ഥലത്ത് ഒരു ദാരിദ്ര്യവാസിയായിട്ടല്ല, ഒരു ദാരിദ്ര്യവാസിയായിട്ടല്ല, ഒരു ദാരിദ്ര്യവാസിയായിട്ടല്ല. ഈ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ശൂന്യതകളെയും മാറ്റി ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നിത്യനും പരിശുദ്ധ പിതാവേ, നല്ല കൃപയ്ക്കായ സ്തോത്രം. ദൈവം ശക്തമായ ഇടപെട്ടനായ സ്തോത്രം. ഇന്ന് ദൈവത്തിന് അനുഗ്രഹിച്ചു. ഇന്ന് കേട്ട ചാനലിലൂടെയും മീഡിയയിലൂടെയും എല്ലാ ദൈവമക്കളും അനുഗ്രഹിക്കുന്ന ഈ വചനങ്ങളാൽ ദൈവം സമർത്ഥമാനിക്കട്ടെ. ആമേ. ഗോഡ് ബ്ലെസ് യു. ആമേ.